നീലും മധുരമാ, നീലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. Like honey in the rock, sweet honey in the rock. Oh, he tastes like honey in the rock. Oh, taste and see, my God is good. Oh, he tastes like honey in the rock. നീ എൻ്റെ സർവ്വവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വവും എല്ലാത്തിനും. നിൻ ജീവനെക്കായി തന്നതിനാൽ, നീ എൻ്റെ സർവ്വവും എല്ലാത്തിലും. നീ എൻ്റെ സർവ്വവും, നീ എൻ്റെ സർവ്വവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വവും എല്ലാത്തിലും. നിൻ ജീവൻ എൻ പേർക്കായി തന്നതിനാൽ, നീ എൻ്റെ സർവ്വവും എല്ലാത്തിലും. തേനിലും മധുരമായി, തേനിലും മധുരമായി, തേനിലും മധുരമായി, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. തേനിലും മധുരമായി, തേനിലും, ഓഹോ, തേനിലും മധുരമായി, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു എന്റെ രോഗത്തിൽ, ഓ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു. ഓ, ആ സമാധാനത്തിൽ, ഓ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. ആ പരാജയത്തിൽ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യം. ഒരിക്കൽ കൂടെ പാടിയട്ടെ. തേനിലും മധുരമാ,
എന്നിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. ആവശ്യമാണ്. കുടുംബവഴക്കുകൾ, മറ്റ് കാരണങ്ങൾ മൂലമുള്ള കുടുംബവഴക്കുകൾ എല്ലാം ഉള്ളി പൊളിച്ചതുപോലെയുള്ള ചെറിയ ചെറിയ കാരണങ്ങളാണ്. അതിനെ ചൊല്ലിയുള്ള കുടുംബവഴക്കുകളിൽ നിന്ന് പുറത്തു വരേണ്ടത് ആവശ്യമാണ്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തലമുറകളെ ഓർത്തെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ വഴക്കുണ്ടാക്കരുത്. സാധാരണഗതിയിൽ പറയുന്നതാണ്, വീണ്ടും ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഞാൻ ഇങ്ങനെ ഈ വഴക്കുണ്ടാക്കുന്നവരോട് പറയും, നിങ്ങൾക്ക് വഴക്കുണ്ടാക്കാതെ ജീവിക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണുക, നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. ഇനിയും അവർ കാണുക വഴക്കുണ്ടാക്കി അവരുടെ ഭാവിയുടെ എന്തിനാണ് നിങ്ങൾ കളയുന്നത്? നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് വഴക്കുണ്ടാക്കാതെ ജീവിക്കാൻ ഒക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു തീരുമാനം എടുക്കണം, ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് വഴക്കുണ്ടാക്കാം. ബുധനാഴ്ച നമുക്ക് വഴക്കുണ്ടാക്കാം. ബുധനാഴ്ച 4 മണി മുതൽ 5 മണി വരെ നമുക്ക് വഴക്കുണ്ടാക്കാം. ആ സമയത്ത് കുട്ടികളെ രണ്ടുപേരെയും പന്ത് കൊടുത്തിട്ട് പറഞ്ഞു വേണം, പോയി പന്ത് കളിക്കടാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഓഡിയോ പ്ലെയർ ഉണ്ടെങ്കിൽ ഓഡിയോ പ്ലെയറിനകത്ത് ആന്തരിക സൗഖ്യത്തിൻ്റെ CD ഇട്ട് വലിയ വോളിയത്തിൽ വെച്ച് CD ഇട്ട് അതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അകത്തെ മുറിയിൽ കയറി ബെഡ്റൂമിൽ കയറി ഇതിട്ട് പൂട്ടിയിട്ട് അകത്ത് നിന്ന് 1 മണിക്കൂർ അങ്ങ് അടി ഉണ്ടാക്കണം. വല്ല വഴക്കെല്ലാം ഉണ്ടാക്കിയിട്ട് അങ്ങനെ തൃപ്തിയാകുന്നത് വരെ വഴക്കുണ്ടാക്കിയിട്ട് വാതിൽ തുറന്നിട്ട് ചിരിച്ചുകൊണ്ടിറങ്ങി വരണം. പിള്ളേർക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ അമ്മ വഴക്കുണ്ടാക്കിയെന്ന് അവർ മനസ്സിലാകത്തില്ല. അവർ പന്ത് കളിച്ചിട്ട് വന്നപ്പോൾ ആന്തരിക സൗഖ്യം കേട്ടോണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നു. കുട്ടികൾ എങ്കിലും അവരുടെ ഭാവിയെങ്കിലും നശിക്കാതിരിക്കും. കുട്ടികൾ കാണുക വഴക്കുണ്ടാക്കരുത്. കുടുംബ വഴക്കുകളിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി കർത്താവിൽ ആശ്രയിക്കുകയാണെങ്കിൽ ദൈവസ്നേഹം കൊണ്ട് നിൻ്റെ കുടുംബത്തെ നിറയ്ക്കുവാൻ കർത്താവ് വിശ്വസ്തനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനൊരു തെറ്റ് പറ്റിയിട്ടില്ല. പലരും ചിന്തിക്കുന്നത് ഒരു തെറ്റ് പറ്റിപ്പോയി പാസ്റ്ററേ, 14 വർഷം മുന്നമേ ഒരു പ്രൊഫസറുടെ കല്യാണാലോചന വന്നതാണ്. കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരുമായി ഇപ്പോഴും പ്രൊഫസറുടെ കല്യാണാലോചനയെക്കുറിച്ച് എന്തിനാണ് നീ ഓർത്തുകൊണ്ടിരിക്കുന്നത്? നിനക്ക് കിട്ടേണ്ട ആളിനെ തന്നെയാണ് കർത്താവ് നൽകി തന്നിരിക്കുന്നത്. അതിനെ ചൊല്ലി നീ വേവലാതിപ്പെടാതെ നിലവിലുള്ള കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുവാൻ വേണ്ടി നീ കർത്താവിനോട് പറയുകയാണെങ്കിൽ കർത്താവ് നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ വിശ്വസ്തനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കുടുംബ വഴക്കുകളുടെ നടുവിൽ ഞാൻ നോർത്ത് ഈസ്റ്റിലും മറ്റുമായിരുന്ന സന്ദർഭത്തിൽ അവിടുത്തെ പ്രശ്നം ഇതിലും വ്യത്യസ്തമാകുന്ന പ്രശ്നമാണ്. അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഭാര്യത്വം, ബഹുഭാര്യകളെ അല്ലെങ്കിൽ പോളിഗമി കഴിഞ്ഞ തലമുറയിലുണ്ടായിരുന്നു. ഈ തലമുറയിൽ അത് മാറി വരികയാണ്. പോളിഗമി ഉണ്ടായിരുന്നതിനാൽ ഒന്നിലധികം ഭാര്യമാരുണ്ട്. ചിലപ്പോൾ ചിലർക്കൊക്കെ അവർ പ്രസവത്തോടുകൂടെ അമ്മമാർ മരിച്ചു പോകും. വില്ലേജുകളിൽ ആശുപത്രിയില്ല. പ്രസവം എടുക്കുന്നത് സൂതികർമ്മിണികൾ, വില്ലേജിലുള്ള സ്ത്രീകൾ തന്നെയാണ് പ്രസവം എടുക്കുന്നത്. അതിനാൽ 1-2 പ്രസവത്തിനുള്ളിൽ സ്ത്രീകൾ മരിച്ചു പോകും. ഭർത്താവ് നിർബന്ധിതനാകും അടുത്ത കല്യാണം കഴിക്കാൻ. ഈ 60-ാം വയസ്സിലും ചിലപ്പോൾ വീട് റൺ ചെയ്യാൻ വേണ്ടി അയാൾ കല്യാണം കഴിക്കേണ്ടതായിട്ട് വരും. അത് പതിവായി തീർന്നതിനാൽ ഒരേ സമയത്ത് തന്നെ ഭാര്യമാർ മരിച്ചു പോകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഒരേ സമയത്ത് തന്നെ 1-2 കല്യാണം കഴിക്കുവാൻ അവർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്ന കുട്ടികൾ ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, സ്നേഹമെന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. എന്താ സ്നേഹം? അമ്മയുടെ സ്നേഹം പോലെ. അമ്മയുടെ സ്നേഹം പോലോ? അതെന്ത് സ്നേഹം? അമ്മയുടെ സ്നേഹം അവർക്ക് കിട്ടിയിട്ടില്ല. ഒരു കുട്ടി ജനിച്ചു, അടുത്ത വർഷം വീണ്ടും കുട്ടി ജനിക്കുകയാണ്, അടുത്ത വർഷം വീണ്ടും കുട്ടി ജനിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ മൂത്ത കുട്ടിയാണ് ഇളയ കുട്ടിയെ നോക്കുന്നത്. കുട്ടികളെ നോക്കുവാൻ അമ്മയ്ക്ക് സമയമില്ല, എണ്ണം വർദ്ധിക്കുകയാണ്. ഞാനിതുപോലെ മുന്നേ ഇരുന്ന നബു എന്ന് പറയുന്നൊരു പെൺകുട്ടിയോട് ഒരിക്കൽ ഇതേപോലെ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ചോദിക്കുവാനിടയായി, മോളെ നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്? അവളിങ്ങനെ ചിന്തിച്ചിട്ട് പറയുവാനിടയായി, ഏകദേശം 10-40 കാണുമായിരിക്കും. നിങ്ങൾക്കത് ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയായിരിക്കും അല്ലേ? പാസ്റ്ററെയൊക്കെ മോൻ ചുട്ടിപ്പോയി. 40 സഹോദരന്മാരോ? അതേ പാസ്റ്ററെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. അവളുടെ അപ്പൻ 7 കല്യാണം കഴിച്ചിരുന്നു. 7 കല്യാണത്തിൽ ഏകദേശം 40ഓളം പിള്ളേർ ആ അപ്പന് ജനിച്ചിട്ടുണ്ട്. ആ അപ്പനെ ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ അപ്പനോട് ചോദിച്ചു, നിനക്കെത്ര പിള്ളേരുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 2 പിള്ളേർ. അപ്പോൾ അവിടെ ഒരു പുരുഷൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ബലമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? മക്കളുടെ എണ്ണമാണ്. 2 പറഞ്ഞപ്പോഴേക്കും എന്നെക്കുറിച്ചുള്ള വിലയെ അയാൾക്ക് പോയി. ഇവനാണ് 2 പിള്ളേർ. അവരുടെ വില്ലേജുകളിൽ അവരുടെ ആ പുരുഷത്വത്തിൻ്റെയും ആ കുടുംബത്തിൻ്റെ മാന്യത പറയുന്ന എത്ര കുട്ടികൾ നിനക്ക് ജനിച്ചു. കൃത്യമായിട്ട് സങ്കീർത്തനത്തിൽ 128 പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 127 പറഞ്ഞിട്ടുണ്ട്. അത് പഴയ കാലത്തുള്ള ഒരു സംവിധാനമാണ്. ആ യഹൂദന്മാരുടെ ഇടയിലും അതുണ്ടായിരുന്നു. 127 സങ്കീർത്തനത്തിൽ നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതെ, വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ
അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. വാ, അവയെ കൊണ്ട് ആവനാഴി നിറച്ച ഭാഗ്യവാൻ. ഇതാണ് കൃത്യമാണ് ഇവരുടെ കേസുകളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. അവിടെ ആ നോർത്ത് ഈസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ കഴിയും, അവരുടെ കേസുകൾ മുഴുവൻ ഡിസൈഡ് ചെയ്യുന്നത് വില്ലേജിൻ്റെ വാതിൽക്കൽ വെച്ചാണ്. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ അപ്പോൾ ഇയാൾ വരുമ്പോൾ ആരാണ് വരുന്നത്? 40 ആമ്പിള്ളേർ പുറകെ നിൽക്കുകയാണ്. അതാണ് അയാൾ 2 പിള്ളേരെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് നമ്മളോട് പുച്ഛമായി പോയത്. നഗരവാതിൽക്കൽ വെച്ചവൻ ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ ലജ്ജിച്ചു പോകത്തില്ല. കുട്ടികളുടെ എണ്ണമാണ്. പക്ഷേ അതിൻ്റെ ഭവിഷ്യത്തുകളുമുണ്ട്. ഭവിഷ്യത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പന് പോലും മക്കളെ അറിയത്തില്ല. 40 കുട്ടികളുള്ളൊരു അപ്പൻ ഇങ്ങനെ ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ പിള്ളേരെല്ലാം പന്ത് കളിക്കുമ്പോൾ അപ്പന് സംശയം ഉണ്ടാകും, നീ എൻ്റെ മോനാണോടാ? അയാൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഇതിനെല്ലാം കൂടെ എങ്ങനെ ഓർത്തിരിക്കുന്നു, ഈ 40 എണ്ണത്തിൻ്റെ പേരെങ്ങനെ ഓർത്തിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളുമുണ്ട്. ആ സാഹചര്യങ്ങളിലാണ് ആന്തരിക മുറിവുകളുടെ ഒരു കൂടാണ് അവിടെ. അവരുടെ ദുഃഖം കേട്ട് നമുക്ക് ഉറങ്ങാൻ വയ്യാത്തതുപോലും അവരുടെ കൂടഴിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഹൃദയം അഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ദുഃഖം കേട്ട് സഹിക്കുവാൻ വയ്യാത്ത ദുഃഖമാണ്. ആ ഇടങ്ങളിലും കർത്താവ് തൻ്റെ സ്നേഹം കൊണ്ടാണ് അവരുടെ മുറിവുകളെ സൗഖ്യമാക്കുന്നത്. അവരെ ശിക്ഷിക്കുന്ന മാതാപിതാക്കൾ, അങ്ങനെയുള്ള കുടുംബങ്ങളിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്കും സ്നേഹം ലഭിക്കാതെ പോകുന്നു. കൊച്ചുകുട്ടികൾ, ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, എത്ര വയസ്സിൽ കുട്ടികളെ ശിക്ഷിക്കുവാൻ കഴിയുമെന്ന്. എന്നോട് ആ ചോദ്യം ചിലർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. എനിക്ക് എൻ്റെ ഒരു ബോധ്യത്തിൽ എനിക്ക് ഒരു 4-5 വയസ്സ് തിരിച്ചറിവുണ്ടാകുന്ന ഒരു പ്രായമായിട്ട് വടികൊണ്ട് ശിക്ഷിക്കുന്നതാണ് നല്ലത്. ആ സമയം വരെ ആ കുട്ടിയെ വേദനിപ്പിക്കുന്ന വടികൊണ്ടുള്ള ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് മറ്റ് നിലയിൽ ഡിസിപ്ലിൻ ചെയ്യുവാൻ വേണ്ടി ശ്രമം നടത്തുന്നത് ഉചിതമായിരിക്കും. എന്തായാലും ശിക്ഷിക്കുമ്പോൾ തന്നെ ആ ശിക്ഷണത്തിന് ഒരു ക്രമമുണ്ട്. ആ ശിക്ഷിക്കുന്നത് കുട്ടികൾക്ക് എന്തെങ്കിലും കേടുവരുവാൻ വേണ്ടിയല്ല, ആ കുട്ടികൾക്ക് അവരുടെ സ്വഭാവത്തിന് മാറ്റം വരുവാൻ, നന്മ വരുവാൻ വേണ്ടിയാണ് ശിക്ഷിക്കുന്നത്. കോപിച്ചിരിക്കുമ്പോൾ ശിക്ഷിക്കരുത്. ശിക്ഷിക്കുമ്പോൾ കാരണം പറഞ്ഞാണ് ശിക്ഷിക്കേണ്ടത്. ഇന്ന് തെറ്റ് നീ ചെയ്തിരിക്കുന്നതിനാൽ ഞാൻ 2 അടി തരുവാൻ പോകുന്നു. അപ്പൻ 2 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അടി തന്നെ കൊടുക്കണം. അവിടെ കുട്ടിയെ ശിക്ഷിക്കുമ്പോൾ അമ്മയും അപ്പനും 2 പക്ഷമായി തീരരുത്. അവനെ അടിക്കണ്ട, അമ്മ ഒരു പക്ഷവും അപ്പനൊരു പക്ഷവുമാകരുത്. കുട്ടികളുമായുള്ള ബന്ധത്തിൽ അപ്പനും അമ്മയും ഒന്നിച്ച് നിൽക്കേണ്ടത് ആവശ്യമാണ്. അപ്പനൊരു തീരുമാനമെടുക്കുന്നു, കുട്ടിയെ അടിക്കുവാൻ തീരുമാനമെടുക്കുന്നു എങ്കിൽ അമ്മ യോജിച്ച് നിൽക്കേണ്ടത് ആവശ്യമാണ്. അവിടെ അപ്പൻ കാരണം പറഞ്ഞതിന് ശേഷമായിട്ട് കുട്ടിയെ ശിക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അതിന് വിരുദ്ധമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നുപോയവരുണ്ട്. ബെൽറ്റ് കൊണ്ടടിക്കുന്ന അപ്പന്മാരാൽ വളർത്തപ്പെട്ടവർ, ആന്തരിക മുറിവുകളുള്ളവരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പൻ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം അമ്മ പറയും, ഇവൻ ഇന്ന കാര്യങ്ങളായി പകൽ ചെയ്തത്. അപ്പോൾ ക്രൂരനാകുന്ന അപ്പൻ വേറെ ഒന്നും കിട്ടത്തില്ല, ബെൽറ്റ് അങ്ങോട്ട് ഊരിയിട്ട് ബെൽറ്റ് കൊണ്ടാണ് അടിക്കുന്നത്. ആ കുട്ടിയുടെ പ്രാണന് കേടുവരുവാൻ സാധ്യതയുണ്ട്. ഇടുക്കിയിൽ ഞാൻ ഒരിക്കൽ ഡൽഹിയിൽ ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പാസ്റ്റർ ഞാൻ ഈ ഭാഗങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് കരഞ്ഞ് താഴെ വീഴുവാനിടയായി. എനിക്ക് പിന്നെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, ആളുകൾ ഓരോ ഭാഗത്ത് കരച്ചിൽ തുടങ്ങിയതിനാൽ. ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറയുവാനിടയായി, നിങ്ങളത് ശുശ്രൂഷിച്ചപ്പോൾ എൻ്റെ പഴയ ഓർമ്മകളെല്ലാം കയറി വരുവാനിടയായി. അപ്പൻ എന്നെ ഈ തെങ്ങിൻ്റെ മടൽ കൊണ്ടായിരുന്നു അടിക്കുന്നത്, തെങ്ങിൻ്റെ ആ ഓലമടലിൻ്റെ ഭാഗം കൊണ്ടായിരുന്നു അടിക്കുന്നത്. അടിച്ചതിന് ശേഷമായിട്ട് അപ്പൻ കൃഷിക്കാരനാണ്, കൂലിവേലക്കാരനാണ്. പണിയെടുക്കുവാൻ പോകുന്നതിന് മുമ്പ് തെങ്ങിൽ കെട്ടിയിടുമായിരുന്നു. എന്നെ സ്കൂളിൽ വിടില്ലായിരുന്നു, തെങ്ങിൽ കെട്ടിയിടുമായിരുന്നു. തെങ്ങിൽ കെട്ടപ്പെട്ടവനായിട്ട് ഞാൻ ആ പകൽ മുഴുവൻ അതുവഴി ആളുകൾ നടന്നു പോകുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകും ഇവൻ ഏതാണ്ട് കുസൃതി കാണിച്ച് അപ്പൻ മടൽ കൊണ്ടടിച്ചതാണ്, അതിൻ്റെ ശിക്ഷയാണ്, തെങ്ങിൽ കെട്ടപ്പെട്ടവനായിട്ട് കിടക്കുകയാണ്. സന്ധ്യയ്ക്ക് അപ്പൻ മടങ്ങി വന്നെങ്കിൽ മാത്രമേ അമ്മയ്ക്ക് അഴിച്ചു വിടാനൊക്കത്തുള്ളൂ. ഇടയ്ക്കെങ്ങാണോ അമ്മ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ കുട്ടിയുടെ മേൽ നിന്ന് മടൽ അമ്മയുടെ മേൽ വീഴുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വളർന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ദൈവം അത്ഭുതകരമായി തന്നെ വിടുവിച്ച് വടക്കേ ഇന്ത്യയിൽ കർത്താവിൻ്റെ വേലയിലാക്കി. അതേപോലെ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നവർ, ശിക്ഷിക്കപ്പെടുന്നവരുണ്ട്. കള്ളം ചെയ്തതിന്, പണം മോഷ്ടിച്ചതിന് മെഴുകുതിരി കത്തിച്ച് കമ്പി പഴിപ്പിച്ചിട്ട് മെഴുകുതിരി വട്ടത്തിൽ കൈപൊള്ളിച്ച അപ്പനമ്മമാരുണ്ട്. ആ ക്രൂരമാകുന്ന ശിക്ഷകൾ മുഖാന്തരമായിട്ട് കുട്ടികളുടെ പ്രാണന് കേട് സംഭവിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ നാം ശ്രദ്ധിച്ചു പഠിക്കുകയാണെങ്കിൽ പണിഷിന് അവിടെ പ്രധാനമായിട്ടും ആ ശിക്ഷണം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ശിക്ഷണം കൊടുക്കുന്നതോടൊന്നിച്ച് തന്നെ അവരെ ടീച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്.
ആ ശിക്ഷണവും വിജയിക്കുന്നില്ല, ടീച്ചിങ്ങും വിജയിക്കുന്നില്ല എങ്കിൽ മൂന്നാമത് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ശിക്ഷിക്കുന്നത് അവസാനിപ്പിക്കണം, ടീച്ച് ചെയ്യുന്നത് അവസാനിപ്പിക്കണം. ആ കുട്ടിക്ക് വേണ്ടി മനഃപൂർവ്വമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം അവനിൽ അത്ഭുതം പ്രവർത്തിക്കാൻ വിശ്വസ്തനാണ്. സാധാരണ ഞാൻ പറയുന്നത് പോലെ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ ചെല്ലുമ്പോഴാണ് കർത്താവ് നമ്മളോട് ചോദിക്കും, എന്താ ഫിന്നി സ്റ്റീഫൻ പ്രാർത്ഥിക്കാൻ വന്നത്? അത് എൻ്റെ മോൾ, അവൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നു, അവൾ അനുസരിക്കുന്നില്ല. ആ നന്നായി, ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. നിൻ്റെ അനുസരണക്കേടിനെ കുറിച്ച് എനിക്കും നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നീ നിൻ്റെ മോടെ അനുസരണക്കേടിനെ കുറിച്ചല്ലേ പറയുന്നത്? നീ അനുസരണക്കേട് കാണിക്കുന്നത് കൊണ്ടാണ്, അഥവാ അപ്പനമ്മമാരിൽ ഉണ്ടാകേണ്ട രൂപാന്തരം ഉണ്ടാകാത്തത് കൊണ്ടാണ്, അതിൻ്റെ റിഫ്ലക്ഷൻസാണ് നമുക്ക് കുട്ടികളിൽ കാണുവാൻ കഴിയുന്നത്. അപ്പനമ്മമാർ മാറേണ്ട നിലവാരത്തിൽ ആണെങ്കിൽ കുട്ടികളിൽ നിശ്ചയമായി മാറ്റമുണ്ടാകും. ഏതെങ്കിലും മേഖലയിൽ മാറ്റം ആവശ്യമാണെങ്കിൽ തന്നെ ശിക്ഷണത്തിലൂടെയോ ടീച്ചിങ്ങിലൂടെയോ പ്രാർത്ഥനയിലൂടെയോ കർത്താവിന് അവരെ മാറ്റുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട സംഘർഷമാണ് കുട്ടികളെ സ്നേഹിക്കുന്നതിലുള്ള പക്ഷാപാതം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഇസഹാക്കിൻ്റെ കുടുംബ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഇസഹാക്കിൻ്റെയും ഈ റെബേക്കയുടെയും കുടുംബജീവിതം നല്ലൊരു കുടുംബജീവിതമായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ചില പാളിച്ചകൾ വരുവാനിടയായി. റെബേക്ക ഇസഹാക്ക് കുടുംബജീവിതം, ആ കുടുംബജീവിതത്തിലെ പാളിച്ച എന്താണെന്ന് അറിയാമോ? ഒന്ന്, റെബേക്കയ്ക്ക് യാക്കോബിനോട് സ്നേഹം കൂടി, ഇസഹാക്കിന് ഏശാവിനോട് സ്നേഹം കൂടി. ഇത് പല പല വീടുകളിലും സംഭവിക്കുന്ന കാര്യമാണ്. 4 കുട്ടികളുണ്ടെങ്കിൽ ചില കുട്ടികളോട് സ്നേഹം കൂടുന്നു. സ്നേഹം കൂടുക മാത്രമല്ല, മാതാപിതാക്കൾ അതിനെ ചൊല്ലിയുള്ള കമൻസ് പറയുവാനിട വരും. ചില വ്യക്തികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അപ്പന് എന്നോട് എപ്പോഴും പറയുമായിരുന്നു, ഒരാൾ പറയുകയാണ്, അപ്പൻ എന്നോട് എപ്പോഴും പറയുന്നു, എടാ നിൻ്റെ മൂത്തവനെ നോക്കടാ, അവൻ മാത്സിന് മാർക്ക് മേടിച്ചത് നീ കണ്ടില്ലേ, നീ ഒരു കഴുത, നിന്നെ അതേ സ്കൂളിൽ തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. എപ്പോഴും തുലനം ചെയ്യും, മൂത്തവനെയും ഇളയവനെയും തമ്മിൽ തുലനം ചെയ്യും. അത് ഈ വ്യക്തിയുടെ പ്രാണന് കേടുവരുത്തി. തനിക്ക് എപ്പോഴും ആ ഒരു പുരോഗതിയുടെ വഴി തുറന്നു വരുമ്പോൾ എന്തോ തന്നെ പിടിച്ചു നിർത്തുകയാണ്. ആ താരതമ്യമായിരിക്കാം അപ്പൻ്റെ ബാല്യകാലത്തുള്ള താരതമ്യം. ആ താരതമ്യം മുഖാന്തരമായിട്ട് അവൻ്റെ പ്രാണന് കേടുവരുവാനിട വരുന്നു. അതുതന്നെയാണ് റെബേക്കയുടെയും ഇസഹാക്കിൻ്റെയും കുടുംബജീവിതത്തിൽ സംഭവിച്ചത്. അവർ തന്നെ ഡിവൈഡഡ് ആയിപ്പോയി. ഒരാൾ യാക്കോബിനെ സ്നേഹിച്ചു, മറ്റൊരാൾ ഏശാവിനെ സ്നേഹിക്കുവാനിടയായി. 2 കുട്ടികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ 2 കുട്ടികളെയും ഒരുപോലെ സ്നേഹിക്കുവാൻ വേണ്ടി കർത്താവിൽ നിന്ന് കൃപ പ്രാപിക്കണം. അവരുടെ വളർച്ചയുടെ ആരംഭ സമയത്ത് അവർ തന്നെ ശ്രമം നടത്തും അപ്പായുടെ സ്നേഹം കൂടുതൽ പിടിച്ചെടുക്കുവാൻ വേണ്ടി. അപ്പോൾ കുഞ്ഞുങ്ങൾ വന്ന് നമ്മളോട് പറയും, ആ ചേച്ചി ഇന്നതെല്ലാം ചെയ്തു, അവൾ ഇതെല്ലാം, അനിയത്തി ഇതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് തമ്മിൽ കുറ്റം പറഞ്ഞ് നമ്മുടെ സ്നേഹം കൂടുതൽ പിടിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമം നടത്തും. ആ സമയത്ത് നമ്മൾ വളരെ വിവേകം ഉപയോഗിച്ചുകൊണ്ട് 2 പേർക്കും മനസ്സിലാക്കി കൊടുക്കണം, 2 പേരെയും ഞങ്ങൾ ഒരുപോലെ സ്നേഹിക്കുകയുള്ളൂ. അതവരുടെ ഹൃദയത്തിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അരികിൽ വന്ന് സ്നേഹം തട്ടിയെടുക്കുവാൻ വേണ്ടി അവർ ശ്രമം നടത്തത്തില്ല. കർത്താവിൻ്റെ കൃപ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ 2 പേരെയും ഒരുപോലെ, അല്ലെങ്കിൽ 4 പേരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി തരും. പ്രൈസ് ദി ലോർഡ്. ഭവനത്തിൻ്റെ ഉള്ളിൽ പക്ഷാഭേദം ഉണ്ടാകുവാൻ ഇടവരരുത്. ഭവനത്തിൻ്റെ ഉള്ളിൽ ഈ ഡിവിഷൻ ഉണ്ടാകുവാൻ, കുഞ്ഞുങ്ങളെ ചൊല്ലിയുള്ള ഡിവിഷൻ ഉണ്ടാകുവാൻ ഇടവരാതെ അവരെ ഒരുപോലെ സ്നേഹിക്കുവാൻ ഇടവരണം. അതുമാത്രവുമല്ല, അവരെ ശിക്ഷിക്കുന്ന സന്ദർഭത്തിൽ ക്രൂരമായി ശിക്ഷിക്കുവാൻ ഇടവരാതെ അവരെ ദൈവവചനപ്രകാരം ശിക്ഷിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ആ പ്രാണന് കേടുവരാതെ അവരെ അനുഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവ് വിശ്വസ്തനാണ്. ആ 3 കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, അപ്പൻ്റെയും അമ്മയുടെ ആബ്സെൻസിൽ വളരുന്ന കുഞ്ഞുങ്ങൾ, ഫാമിലി പ്രോബ്ലത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ, ക്രൂവൽറ്റി ഓഫ് പേരൻസ്, അമ്മയപ്പന്മാരുടെ ക്രൂരമാകുന്ന ശിക്ഷണത്തിൻ്റെ നടുവിൽ വളരുന്ന കുഞ്ഞുങ്ങൾ. ഇവർക്കെല്ലാവർക്കും അനുഭവിക്കുവാൻ സ്നേഹത്തിൻ്റെ ശൂന്യത അനുഭവിക്കുവാൻ സാധ്യതയുണ്ട്. നാലാമത്തേത് ഡെത്ത് ഓഫ് പേരൻസ്. അപ്പൻ്റെയോ അമ്മയുടെയോ മരണം സംഭവിക്കുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ ഉള്ള കുഞ്ഞുങ്ങൾക്ക് സ്നേഹം ലഭിക്കാതെ വരുന്നു, സ്നേഹത്തിൻ്റെ ശൂന്യത വരുന്നു. ഡെത്ത് ഓഫ് പേരൻസ്, അപ്പൻ്റെയോ അമ്മയുടെയോ മരണം മുഖാന്തരമായിട്ട് വളരുന്ന ആ മരണം, അവർ മരിച്ചുപോയി. 3-ാം വയസ്സിൽ അപ്പൻ മരിച്ചുപോയി, 2-ാം വയസ്സിൽ അമ്മ മരിച്ചുപോയി, 1-ാം വയസ്സിൽ അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചുപോയത് മുഖാന്തരം ഉണ്ടാകുന്ന അതിനുശേഷം അമ്മയില്ലാതെ വളരുന്നു, അപ്പനില്ലാതെ വളരുന്നു. ഇന്നും ആ ശൂന്യത നികത്തപ്പെടുന്നില്ല. അമ്മയില്ലാതെ വളർന്ന ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ നടുവിൽ? അപ്പനില്ലാതെ വളർന്ന ആരെങ്കിലും ഉണ്ടോ? യെസ്, നിങ്ങളുടെ ഉള്ളിൽ ആ ശൂന്യതയുണ്ട്. 1-ാം വയസ്സിൽ അമ്മ മരിച്ച ആരോ അനുഭവം പറയുവാനിടയായി. 1-ാം വയസ്സിൽ അമ്മ മരിച്ചു പോകുവാനിടയായി. അമ്മയില്ലാതെയാണ് വളർന്നു വരുവാനിടയായത്.
അത് വലിയൊരു ശൂന്യതയാണ്. ആ ശൂന്യതയെ ആർക്ക് നികത്തുവാൻ കഴിയും? മനഃപൂർവ്വമായിട്ട് യേശുവിൻ്റെ സ്നേഹം കൊണ്ട് ആ ശൂന്യതയെ നിറയ്ക്കണം, നികത്തണം. വേറെ ഒരു ഉപാധിയില്ല. നമുക്കാർക്കും ഒന്നും പരിഹരിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യമല്ലേ അപ്പൻ്റെയോ അമ്മയുടെ മരണമെന്ന് പറയുന്നത്. എൻ്റെ വൈഫ് ഷീബയുടെ പിതാവ് 3-ാം വയസ്സിൽ മരിച്ചു പോയതാണ്. 3-ാം വയസ്സിൽ മരിച്ചുപോയി. അങ്ങനെ അപ്പനില്ലാതെയാണ്. അവളുടെ അനുജത്ത് ഷീന അപ്പനെ കണ്ടിട്ടേ ഇല്ല. അവൾ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ ആണ് അവളുടെ പിതാവ് മരിച്ചു പോയത്. അപ്പോൾ അവൾ അപ്പനെ കണ്ടിട്ടേ ഇല്ല. 3-ാം വയസ്സിൽ 3 വയസ്സ് വരെ അപ്പനെ കണ്ട ഷീബയ്ക്കും ആഗ്രഹമുണ്ടായിരുന്നു വീണ്ടും വീണ്ടും അപ്പനെ കാണുമെന്ന്. അതുകൊണ്ട് സ്വപ്നത്തിൽ ചിലപ്പോൾ അപ്പനെ കാണുമായിരുന്നു. സ്വപ്നത്തിൽ അപ്പനെ കാണുമ്പോൾ അപ്പനെ പിടിക്കുവാൻ വേണ്ടി ഷീബ ഇങ്ങനെ കൈ നീട്ടുമായിരുന്നു. പിടിക്കാൻ കഴിയത്തില്ല. അടുത്ത പ്രഭാതം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. തലേ രാത്രിയിൽ അപ്പനെ കണ്ടു, അപ്പനെ പിടിക്കാനൊത്തില്ല. അപ്പനെ ലഭിച്ചില്ല. അപ്പനെ ലഭിക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തി, അപ്പനെ ലഭിച്ചില്ല. പിറ്റേ ദിവസം ആ ദിവസം മുഴുവൻ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള മൂഡി ആയിട്ടുള്ള ഒരനുഭവമായിരിക്കും. അപ്പനില്ലാതെ വളർന്ന സാഹചര്യം, ആ ശൂന്യതകൾ. ഇവിടെ ഈ മരിച്ചവരെ സ്വപ്നത്തിൽ കാണുന്നത് ദൈവികമാകുന്ന ഒരു നല്ല കാര്യമല്ല. നിങ്ങൾ മരിച്ചവരെ സ്വപ്നത്തിൽ കാണുന്നു എങ്കിൽ 2 കാരണങ്ങൾ കൊണ്ടായിരിക്കും കാണുന്നത്. ഒന്നൊരു സോൾട്ടായി കൊണ്ടായിരിക്കും. ഷീബ മരിച്ച പിതാവിനെ സ്വപ്നത്തിൽ കണ്ടത് പിതാവും മകളും തമ്മിലൊരു സോൾട്ടായി ഉണ്ട്. ഇന്ന് പകൽ സോൾട്ടായി നിങ്ങൾ കേട്ടായിരുന്നോ? യെസ്, സോൾട്ടായി നല്ല സോൾട്ടായി, ഗുഡ് സോൾട്ടൈസുമുണ്ട്, ഈവിൾ സോൾട്ടൈസുമുണ്ട്. പിതാവും മകനും തമ്മിലുള്ള അല്ലെങ്കിൽ പിതാവും മകളും തമ്മിലുള്ള സോൾട്ടായി എന്ന് പറയുന്നത് നല്ല സോൾട്ടായാണ്. പക്ഷേ പിതാവ് മരിച്ചതിന് ശേഷം ആ സോൾട്ടായി തുടരുകയാണെങ്കിൽ അതപ്പോൾ ഒരു ഈവിൾ സോൾട്ടായി ആയി തീരുകയാണ്. പിതാവ് മരിച്ചുപോയി. പിതാവ് മരിക്കുന്നതോടുകൂടെ പിതാവിനെ റിലീസ് ചെയ്യുകയും ആ അവിടെ അവസാനിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ പലർക്കും അത് ഈ പ്രായോഗിക വശങ്ങൾ അറിയാത്തതുകൊണ്ട് അവർ ആ പിതാവിന് വേണ്ടിയുള്ള ആ ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കുന്നതിനാൽ മരിച്ചതിന് ശേഷവും പിതാവിനെ സ്വപ്നത്തിൽ കാണും. മക്കൾ മരിച്ചുപോയ അമ്മമാർ മക്കളെ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് ആരോഗ്യപരമല്ല. എൻ്റെ അടുത്തൊരു എനിക്ക് വേണ്ടപ്പെട്ടൊരു ഫാമിലിയിലെ മൂത്ത മകൻ മരിച്ചു പോകുവാനിടയായി. അപ്പോൾ ഇളയ മകനും മൂത്ത മകനും തമ്മിൽ വലിയ കൂട്ടുകാരായിരുന്നു. അപ്പോൾ ഇളയ മകൻ ഇപ്പോഴും സ്വപ്നത്തിൽ മൂത്തവനെ കാണും. ഞാൻ ഈ സത്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോഴും എന്നോട് പാസ്റ്ററെ, എനിക്കിതെല്ലാം മനസ്സിലായി, പക്ഷേ എനിക്ക് അച്ചാച്ചനെ സ്വപ്നത്തിൽ കാണുമ്പോൾ ഒരു ആശ്വാസമുണ്ട്, അതുകൊണ്ട് എനിക്കത് കാണണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നെ നമുക്കൊന്നും പറയാൻ കഴിയത്തില്ല. പക്ഷേ യഥാർത്ഥത്തിൽ മരിച്ചവരെ സ്വപ്നത്തിൽ കാണാതിരിക്കുന്നതാണ് ഉചിതമാകുന്ന കാര്യം. ഒന്നുകിൽ ഒരു സോൾട്ടായി കൊണ്ടാണ് അത് വരുന്നത്. സോൾട്ടായി കൊണ്ടാണ് വരുന്നതെങ്കിൽ ആ സോൾട്ടായിയെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ ഫ്രീഡം ലഭിക്കുവാനിടവരും. അല്ലെങ്കിൽ ഒരു ദുരാത്മ സ്വാധീനം, ഒരു ദുരാത്മാവ് ഈ വ്യക്തിയുടെ സ്വപ്നത്തെ അല്ലെങ്കിൽ ആ ഉറക്ക സമയത്ത് ഒരു ദുരാത്മാവ് സ്വാധീനിക്കുന്നുണ്ട്. മരിച്ചവർ കൂടുക എന്ന് പറയുന്നത് ഇവിടെയൊക്കെ പണ്ട് കാലത്തൊരു സാധാരണ സംഭവമായിരുന്നു. ഇപ്പോൾ അത് മാറിപ്പോയിട്ടുണ്ട്. പലയിടങ്ങളിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുന്നുണ്ടേ ആ വീട്ടിലെ ഒരു മോളോ വല്ലതും ആ വല്യമ്മയെ പോലെ, ആ മരിച്ചുപോയ വല്യമ്മയെ പോലെ ആക്ട് ചെയ്യുവാൻ തുടങ്ങും. കണ്ണതുപോലെ കാണിക്കും. വല്യമ്മ പറയുന്നത് പോലെ കഞ്ഞി കൊണ്ടുപാടി, എനിക്കല്പം കൂടെ ഉപ്പ് കൂടുതലൊഴിക്ക്, ആ വല്യമ്മ എന്തൊക്കെ ആഗ്രഹങ്ങൾ. അതുപോലെ ഈ 18 വയസ്സുകാരി പെൺകുട്ടി, അപ്പോൾ നാട്ടുകാരെല്ലാം കൂടി പറയും ഇത് അമ്മച്ചി കൂടിയതാണെന്ന് പറയും. അമ്മച്ചി കൂടിയതൊന്നുമല്ല, ഏതോ ഒരു ദുരാത്മാവ് അമ്മച്ചിയുടെ രൂപത്തിൽ വന്നു കൂടിയതാണ്. അവളെ അപ്പോൾ സ്വാധീനിക്കുന്നത് ഒരു ദുരാത്മാവാണ്. അതേപോലെ വേണമെങ്കിൽ ഒരു ദുരാത്മാവിന് സ്വപ്നത്തിൽ മരിച്ചുപോയവരുടെ ആ സ്വാധീനം കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട്. മരിച്ചവരെ സ്വപ്നത്തിൽ കാണുന്നത് ആരോഗ്യകരമല്ല. ആരെങ്കിലും അങ്ങനെ കാണുന്നവരുണ്ടെങ്കിൽ ആ ടൈയെ ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് ഫ്രീഡം എഴുന്നേറ്റിട്ട് ഞാനിതുവരെ ശരിയായില്ലല്ലോ, ഞാൻ പിന്നെ എന്തിനായി സ്വപ്നം കണ്ടത്, അങ്ങനെ ഒരിക്കലും പറയരുത്. നിങ്ങളപ്പോൾ ഓക്കെ ഭയപ്പെട്ടൊരു സ്വപ്നം കണ്ടു, ഒരു ഭൂതം വന്ന് നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്, എഴുന്നേറ്റിരുന്നിട്ട് നിങ്ങൾ പറയണം, ഈ ഒരു ഭയപ്പെടുത്തിയ സ്വപ്നം കൊണ്ട് പിശാചെ നീ മുതലെടുക്കത്തില്ല, നീ എൻ്റെ സ്വപ്നത്തിൽ പ്രവേശിക്കത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമ്മുടെ സങ്കടം ഒരു ഗുണവും ചെയ്യത്തില്ല. നമ്മൾ കുറേ സങ്കടപ്പെട്ട് സഹതപിച്ചാൽ ദൈവം പ്രസാദിക്കുമോ? ദൈവം പ്രസാദിക്കുന്നത് വിശ്വാസം കാണുമ്പോഴാണ്. ഏതെങ്കിലും നിലയിൽ നിങ്ങൾ സ്വപ്നത്തിൽ നിങ്ങൾ ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടായി, ഉറക്കം എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കൊണ്ടു പിന്നെയും ഞാൻ ഞെട്ടിക്കൊണ്ടുവന്നല്ലോ, എനിക്ക് പിന്നെ ഉറങ്ങാൻ കഴിയില്ല. അങ്ങനെ ഒരു സമയമാണ്. ഉറക്കത്തിൽ ഞെട്ടിക്കൊണ്ടതിന് അടുത്ത പ്രാവശ്യം പറയണം, ഈ സംഭവിച്ചതിനെ ഞാൻ ജയിക്കും.
ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും. പിശാചെ കേൾക്കണമെങ്കിൽ കേട്ടോ, നിനക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ എന്നെ ഇതുപോലെ പീഡിപ്പിക്കാൻ കഴിയത്തില്ല. പിന്നെയും 2 ദിവസം കഴിയുമ്പോൾ ഇത് തന്നെ ആവർത്തിച്ചെന്നിരിക്കും. അപ്പോഴും നമ്മൾ ഈ സ്റ്റാൻഡിൽ തന്നെ നിൽക്കണം. ഞാൻ കൽപ്പിച്ചിരിക്കുന്നു, നിനക്കെന്നെ തൊടാൻ കഴിയത്തില്ല. 4 പ്രാവശ്യം നമ്മൾ ഇതേ സമീപനം കാണിച്ചാൽ പിന്നെ അവൻ ഒരിക്കലും വരത്തില്ല, യേശുവിൻ നാമത്തിൽ. അപ്പോൾ ഒരു ഭയപ്പെടുത്തുന്ന സ്വപ്നം കണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതുപോലെയുള്ള മോശമാകുന്ന സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിനെ ചൊല്ലി, അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ ഇപ്പോഴും ഇത് കാണുകയാണ്. അപ്പോൾ പിശാചിന് ഭയങ്കര സന്തോഷമായി, ആടി ഏറ്റിട്ടുണ്ട്, അപ്പോൾ നാളെ നമുക്ക് കൂടാം. ഇവനിത് പതിവാക്കും, നിൻ്റെ സമാധാനം കെടുത്തിക്കളയും. പകരം നീ ധൈര്യത്തോടു കൂടെ നിൽക്കുകയാണ്. ഈ നിലയിലുള്ള അടവുകളുമായിട്ട് പിശാച് വരുന്നുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറഞ്ഞാൽ, മോനെ നിനക്ക് എന്നെ പേടിപ്പിക്കാൻ കഴിയത്തില്ല. നീ യക്ഷിക്കാവല്ല, നീ ഭൂതക്കാവുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിൻ്റെ കാവിനകത്ത് ഞാൻ വീട് വെച്ച് താമസിക്കോടാ. ഞങ്ങളുടെ ഒരു പാസ്റ്റർ വർഗീസ് എബ്രഹാം അവർക്ക് സഭാ ഹോൾ പണിയാൻ വേണ്ടി സ്ഥലം കിട്ടുന്നില്ല. ഒരു സ്ഥലത്ത് അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്യുന്ന IPC സഭാ ഹോൾ പണിയാൻ കിട്ടുന്നില്ല. അവിടെ നാട്ടിലൊന്നും അന്വേഷിച്ചിട്ട് ഒരു കിട്ടുന്നില്ല. ഒടുവിൽ നാട്ടുകാർ പറഞ്ഞു, ഇവിടെ ഭയങ്കര ഒരു പഴയ കാവ് കിടപ്പുണ്ട്, മുഴുവൻ പാമ്പാ, സർപ്പക്കാവാ, അതാണെന്നുണ്ടെങ്കിൽ അങ്ങ് തന്നേക്കാന്ന് പറഞ്ഞു. അപ്പം നിങ്ങളാണെങ്കിൽ IPC ഹാൾ പണിയാൻ സർപ്പക്കാവ് വില കൊടുത്ത് വാങ്ങും. പാസ്റ്റർക്ക് നോക്കിയപ്പോൾ വളരെ സുളു വിലയ്ക്ക് കിട്ടും. പാസ്റ്റർ അവിടുന്ന് മേടിച്ച് കാവ് മേടിച്ച് വെട്ടിത്തെളിച്ച് പാമ്പിനെ അടിച്ച് കൊന്നിട്ട് നല്ല സുന്ദരൻ ഹോള് പണിതു. നിന്റെ രാത്രിയിൽ നിൻ്റെ സ്വപ്നത്തെ ഡിസ്റ്റർബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നീ വിശ്വാസം കൊണ്ട് അതിനെ ജയിക്കണം. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം, ഞാൻ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടതാണ്. 10-21 വർഷങ്ങൾ അതിനുശേഷവും രാത്രി പാമ്പ് കയറി വരുന്നു, ആന കയറി വരുന്നു, കടുവ കയറി വരുന്നു. ഞാൻ അന്ന് സ്വീകരിച്ച സമയം എന്നാണ്, ഇന്നും ഈ പാമ്പിനെ കണ്ടു. നമ്മുടെ നമ്മൾക്ക് സമാധാനം നഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഇതിനെ ചൊല്ലിയുള്ള, എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്കിതിൻ്റെ രഹസ്യം മനസ്സിലായി. ഇതിനെ ജയിക്കാൻ നമ്മുടെ സഹതാപമോ സങ്കടം കൊണ്ടോ ഒന്നും കഴിയത്തില്ല, വിശ്വാസം കൊണ്ടോ. ഞാനങ്ങനെ കാണാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പാമ്പായി കടുവയായി ഞാൻ പറഞ്ഞു, നീ എൻ്റെ സ്വപ്നത്തിൽ കയറത്തില്ല. ഞാനൊരു കുഞ്ഞ് കിടന്നുറങ്ങുന്ന പോലെ ഉറങ്ങും, എൻ്റെ ഉറക്കത്തെ നിനക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ അങ്ങോട്ട് നമ്മുടെ നിലപാട് ശക്തമായി വിശ്വാസമായി കഴിഞ്ഞപ്പോൾ കെട്ടുപൊട്ടുവാനിടയായി. അത് നിങ്ങൾക്കിത് വേഗത്തിൽ അങ്ങ് ലഭിക്കും. എനിക്ക് ഒത്തിരി വർഷം കഴിഞ്ഞിട്ടാണ് ഇത് വെളിപ്പെട്ടത്. നിങ്ങൾക്കിത് വേഗത്തിൽ അങ്ങ് വെളിപ്പെട്ട് കിട്ടുകയാണ്. നീ നിൻ്റെ നിലപാട്, വിശ്വാസത്തിൻ്റെ നിലപാടെടുത്താൽ മതി. നിന്നെ പീഡിപ്പിക്കുന്ന ശക്തികളെ നീ കീഴ്പ്പെടുത്താൻ പോകുകയാണ്. ഒരൊറ്റ ശക്തിയെ നിന്നെ പീഡിപ്പിക്കുവാൻ കഴിയാത്ത നിലയിൽ അഭിഷേകം കൊണ്ട്, വിശ്വാസം കൊണ്ട്. ഫയർ വിങ്സിന്റെ ആനുവൽ പ്രെയർ കോൺഫറൻസ് ദി ന്യൂ കവനന്റ് 2015 ജനുവരി 12 മുതൽ 16 വരെ അടൂർ മാർത്തോമ യൂത്ത് സെന്ററിൽ പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ സാമുവേൽ, ബ്രദർ ബിജി അഞ്ചൽ, പാസ്റ്റർ റൈസൺ തോമസ്, പാസ്റ്റർ റെജി മാത്യു, ബ്രദർ ബിനോയ് കൊട്ടാരക്കര, പാസ്റ്റർ ജോൺ വർഗീസ്, ബ്രദർ രാജീവ് വർഗീസ് തുടങ്ങിയ അഭിഷിക്തന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. കോൺടാക്ട് 8281033374 9447472145.